ഹായ്. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ഇനിയും വേണം വിസ്മയങ്ങൾ ഇനിയും വേണമെന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ 2 വിസ്മയങ്ങൾ കണ്ടു. ഞാൻ ആ വിസ്മയങ്ങൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. എന്റെ പേര് ഷാൻലി ആന്റണി എന്നാണ്. ഞാൻ ഗവൺമെന്റ് LPS കുന്നങ്കരി സ്കൂളിലെ HM ആണ്. എന്റെ സ്കൂളിലെ ഒരു ടീച്ചറിന്റെ ജോലി ഒരു സുപ്രഭാതമായപ്പോൾ ജോലിയില്ല, വീട്ടിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഇതാണ് കോൺഗ്രസ് സർക്കാരിന്റെ വിസ്മയം. ഞങ്ങൾ കണ്ടു. PSC ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂ പാസ്സായി സർക്കാർ ജോലിയും കിട്ടിക്കഴിഞ്ഞ് സർക്കാരിൽ നിന്ന് പിരിച്ചുവിടുക. ഇത് എവിടുത്തെ നിയമമാണ്? എവിടുത്തെ നിയമമാണ്? സാധാരണ HM പ്രമോഷൻ കൊടുക്കും. HM പ്രമോഷൻ കൊടുത്തതിന് ശേഷം ഓൺലൈൻ ട്രാൻസ്ഫറുകൾ ചെയ്യും. അതിനുശേഷമേ മിച്ചം വരുന്ന അധ്യാപകരെ ഇന്ന് വരെ LDF സർക്കാർ അവരെ തള്ളിവിട്ടിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏതെങ്കിലും തസ്തികയിൽ അവരെ ഇരുത്തുകയാണ് ചെയ്തത്. കേരള ഭൂമി ഉണ്ടായിട്ട് ഇന്ന് വരെ ഒരു അധ്യാപകരുടെ പോലും ജോലി ഇതുപോലെ നഷ്ടമായിട്ടില്ല. ഇത് തികച്ചും അപലപനീയമാണ്. ഇത് റദ്ദാക്കിയേ പറ്റത്തുള്ളൂ. ഇത് കത്തിച്ചു കളയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വിസ്മയം ഇഷ്ടപ്പെട്ടു. അടിപൊളി വിസ്മയല്ലേ? എന്തായാലും ജോലിയുള്ള ആൾക്കാരെ ജോലി ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ. നമോ ഭാഗം ഗുരുവേ. ഈ പോലീസുകാരൻ്റെ ഓട്ടം കാണുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു എമർജൻസി വെഹിക്കിളായില്ല ആംബുലൻസിനോ അല്ലെങ്കിൽ ഫയർഫോഴ്സിനോ വഴി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടുക എന്നല്ല വിചാരിച്ചത്. എന്നാൽ സംഭവം അതല്ല. ഇത് പോലീസ് ചീഫിന് യാത്ര പോകുന്ന സമയത്ത്, ആ വഴി തമ്പ്രാൻ പോകുന്ന സമയത്ത് മറ്റാരും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മളെ പണ്ട് പിണറായി വിജയൻ 40 വാഹനങ്ങൾ ഓടിയിട്ട് പോയിരുന്ന ആ ഒരു സംഭവം ഇപ്പം ഇന്ന് ഈ ഒരു സതീശൻ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇത് ഉദ്യോഗസ്ഥരിലേക്കും ബാധിച്ചിട്ടുണ്ട്. മറ്റ് ശ്രീ പിണറായി വിജയൻ അവിടെ ഉണ്ടായ സമയത്ത് അയാളെക്കാട്ടിലും മുകളിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഇത്തരം ബ്യൂറോക്രാറ്റിക് ആറ്റിറ്റ്യൂഡൊന്നും അയാൾ സമ്മതിച്ചിരുന്നില്ല. ഇപ്പം അത് മാറി. ഇപ്പം ഈ പറഞ്ഞ ആഭ്യന്തരമന്ത്രി ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരെ മൊത്തം ബുദ്ധിമുട്ടിച്ചാലും വേണ്ടിയിൽ ബ്യൂറോക്രാറ്റ്സിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് നമ്മുടെ നാടിനെ പറ്റിയ സംഭവമല്ല. എല്ലാവരും ജീവിക്കുന്ന ഒരേപോലെ തന്നെ. ഇവർക്കൊക്കെ എന്താ ഒരു എക്സ്ട്രാ കൊമ്പുണ്ടോ? ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു തരം കിട്ടുമ്പോൾ മാറിക്കാളെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ ശക്തമായിട്ട് പ്രതികരിച്ചേ പറ്റുള്ളൂ. പ്രതികരിക്കാണ്ടിരുന്നാൽ ഇത് നമ്മളെ നാട് എവിടേക്ക് പോകുന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല.